നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വീണ്ടും ഒരു സമരവേദി തുറന്നിരിക്കുകയാണ്. അതായത് 2 വർഷമായിട്ട് ബിസിനസ് റിവ്യൂ മീറ്റിംഗ് നടത്തി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്ത KSFE മാനേജ്മെന്റിനെതിരെയാണ് ഉദ്യോഗാർത്ഥികൾ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. നിരവധി ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. സർക്കാർ, അതുപോലെ തന്നെ മുഖ്യമന്ത്രി, ധനമന്ത്രി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇടപെടണം എന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അവരുടെ ആവശ്യം, എന്താവശ്യത്തിന്മേലാണ് അവർ ഈ സമരം ചെയ്തത്, അവരുടെ ഒരു പ്രതികരണത്തിലേക്ക്. ഇപ്പോ എന്തൊക്കെ ആവശ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്? നമ്മള് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് റാങ്ക് ഹോൾഡേഴ്സിന്റെ ഗ്രൂപ്പാണ്. ഇത് 026/2022 കാറ്റഗറി നമ്പർ ലിസ്റ്റ് ആണ്. അപ്പൊ മെയിൻ ആയിട്ട് ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ലിസ്റ്റിൽ വേക്കൻസി തരുന്നത് KSFE ആണ്. മുൻ ലിസ്റ്റുകളിലൊക്കെ ഏറ്റവും കൂടുതൽ വേക്കൻസി കൊടുത്ത സ്ഥാപനം KSFE ആണ്. അതിൽ 2900 വേക്കൻസികൾ KSFE കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ലിസ്റ്റിലേക്ക് നിയമനം നടത്തുന്നത് ബിസിനസ് റിവ്യൂ മീറ്റിംഗ് നടത്തിയിട്ടാണ്. അത് എല്ലാ വർഷവും 2 തവണ നടത്താറുണ്ട്. ഇപ്പോ ഈ ലിസ്റ്റിലേക്ക് 2 വർഷമായിട്ട് ബിസിനസ് റിവ്യൂ മീറ്റിംഗ് നടത്തിയിട്ടില്ല. അതായത് ബിസിനസ് ഇംപ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ ബെനിഫിറ്റ് ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാകുന്ന രീതിയിലാണ് നിയമനം നടത്തുന്നത്. അപ്പൊ നമ്മളൊരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കടയിലെ സെയിൽസ് കൂടുന്നതിനനുസരിച്ച് അവിടെ സ്റ്റാഫിന് കൂടുതലായിട്ട് വേണ്ടി വരും. അതുപോലെ തന്നെ KSFEയിലെ ബിസിനസ് 1 ലക്ഷം കോടിയിലേക്ക് ഇംപ്രൂവ് ആയി. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ആ ബിസിനസ് ഇംപ്രൂവ് ചെയ്യുന്നതിന്റെ വേക്കൻസികൾ ഇതുവരെയായിട്ടും അവർ റിവ്യൂ മീറ്റിംഗ് നടത്തിയിട്ട് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ കൃത്യമായി ബിസിനസ് റിവ്യൂ മീറ്റിംഗ് നടത്തിയിട്ട് മുൻ കാലങ്ങളിൽ എങ്ങനെയാണോ ലിസ്റ്റിൽ നിയമനം നൽകിയത് അതുപോലെ തന്നെ നമ്മുടെ ലിസ്റ്റിലേക്ക് നിയമനം വേണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. മുൻ ലിസ്റ്റിൽ 2900 നിയമനം കൊടുത്ത സ്ഥാനത്ത് ഇവിടെ നമുക്ക് 1200 വേക്കൻസി മാത്രമേ ഇതുവരെയായിട്ട് KSFE റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് വെച്ചാൽ വേക്കൻസി ഇല്ല എന്നാണ്. പക്ഷെ വേക്കൻസി ഇല്ലാത്തതിന്റെ കാര്യം ഈ ബിസിനസ് റിവ്യൂ മീറ്റിംഗ് കൃത്യമായിട്ട് നടത്തി റിപ്പോർട്ട് ചെയ്യാത്തതിന്റെയാണ്. അപ്പൊ അത് ആണ് നമ്മുടെ മെയിൻ ആയിട്ട്. 1200 നിയമനം KSFE വഴി നടന്നിട്ടുണ്ട്. പക്ഷെ ഇത് സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആണ്. അത് സാധാരണ LD ക്ലർക്ക് പോലെയുള്ള ജില്ലാ തലത്തിൽ നടന്ന ലിസ്റ്റ് അല്ല. സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിലൊരു ഏകദേശം 4000-നടുത്ത് ആൾക്കാർ മെയിൻ ലിസ്റ്റിൽ തന്നെയുണ്ട്. അപ്പോൾ ആ കണക്കിന് നമ്മൾ നോക്കുമ്പോൾ 1200 എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വലിയ നമ്പർ ആയിട്ട് തോന്നും. പക്ഷെ നമ്മുടെ ലിസ്റ്റിന്റെ മെയിൻ ലിസ്റ്റിൽ തന്നെ 4000-നടുപ്പിച്ച ആൾക്കാരുണ്ട്. അപ്പൊ ആ കണക്കിന് ഇതൊരു വളരെ ചെറിയ നമ്പറാണ്. 3000-ഓളം നിയമനം കഴിഞ്ഞ ലിസ്റ്റിൽ നൽകിയ സ്ഥാനത്ത് 1200 എന്ന് പറയുമ്പോൾ അത് വളരെ കുറവായിട്ടാണ് കാണുന്നത്. അതൊരു വലിയ നമ്പർ അല്ല. സ്ത്രീകളും ഇപ്പൊ കാസർഗോഡ് നിന്നുള്ള ഉദ്യോഗാർത്ഥികൾ വന്നിട്ടുണ്ട്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഉള്ളവരുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5 ലക്ഷത്തോളത്തിനടുത്ത ആൾക്കാർ പ്രിലിംസ് എഴുതിയ പരീക്ഷയാണ് ഡിഗ്രി ലെവൽ. 5 ലക്ഷത്തിനടുത്ത് പ്രിലിംസ് എഴുതിയിട്ട് 40,000-45,000 ആൾക്കാരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി വീണ്ടും മെയിൻ പരീക്ഷ നടത്തി അതിൽ വെറും 4000 ആൾക്കാരത്തിനടുത്താണ് മെയിൻ ലിസ്റ്റ് വന്നേക്കുന്നത്. അതായത് 4 ലക്ഷം ആദ്യം എഴുതി, തുടക്കത്തിൽ എഴുതി. അതിൽ നിന്ന് അവസാനത്തെ ലിസ്റ്റ് മെയിൻ ലിസ്റ്റ് വന്നപ്പോൾ അതിൽ വെറും 4000-നടുത്ത ആൾക്കാരെ ലിസ്റ്റിലുള്ളൂ. അതിന്റെ മുൻ ലിസ്റ്റിലാണെങ്കിൽ അതിനേക്കാളും കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പൊ നിയമനം കുറക്കുന്നതിന്റെ ഓൾറെഡി ലിസ്റ്റ് ഉണ്ടാക്കിയത് തന്നെ ആൾക്കാരുടെ എണ്ണം പഴയതിൽ നിന്ന് കുറച്ചിട്ടാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ആ കുറച്ച എണ്ണം ഓൾറെഡി ആ ലിസ്റ്റിലുണ്ട്. അപ്പൊ വീണ്ടും ഇനി ആ ലിസ്റ്റിൽ നിയമനം വളരെ കുറയുന്നത് ഉദ്യോഗാർത്ഥികളുടെ ഒരു വെല്ലുവിളിയായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇതിലുള്ള മറ്റൊരു മെയിൻ ആയിട്ടുള്ള സ്ഥാപനമാണ് KSCB. പഴയ ലിസ്റ്റിൽ കാര്യമായിട്ട് നിയമനം നടത്തിയിട്ടില്ല. ഫ്രഷ് വേക്കൻസികളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായില്ല. പക്ഷെ നമ്മുടെ ലിസ്റ്റിലേക്ക് അവർ 500-നടുത്ത് വേക്കൻസികൾ തന്നിട്ടുണ്ട്. അത് മുൻ ലിസ്റ്റിൽ ഒന്നും കൊടുക്കാത്ത KSCB. പക്ഷേ ഒരുപാട് വേക്കൻസി തരുന്ന KSFE ഈ ലിസ്റ്റിലേക്ക് കാര്യമായിട്ട് നിയമനം ഇപ്പൊ നൽകുന്നില്ല. റിട്ടയർമെന്റ് വേക്കൻസിയാണ് മെയിൻ ആയിട്ട് നൽകുന്നത്. ശരിക്കും അതിന്റെ വേക്കൻസി എന്ന് പറയുന്നത് ബിസിനസ് റിവ്യൂ അടിസ്ഥാനമാക്കിയാണ്. കാരണം 60 ലക്ഷം കോടി ബിസിനസിന്റെ അടുത്തുള്ളത് ഇപ്പോൾ 1 ലക്ഷം കോടി ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരട്ടിയുടെ അടുപ്പിച്ച് ബിസിനസ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പൊ സ്റ്റാഫിന് അവിടെ വളരെ കൂടുതൽ അവരുടെ വർക്ക് ലോഡ് ഉണ്ട്. അപ്പൊ അത് കുറക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഉദ്യോഗാർത്ഥികൾ കൂടി അതിന്റെ ഒരു പരിഗണന ലഭിച്ച് ലിസ്റ്റിലേക്ക് കൂടുതൽ ആൾക്കാരെ എടുക്കണം. ഇതാണ് നമ്മുടെ ആവശ്യം. മെയിൻ ആയിട്ടും ഇതിന് തന്നെ ബിസിനസ് റിവ്യൂ മീറ്റിംഗുകൾ നടത്തുന്നില്ല. കാരണം ബിസിനസ് ഇമ്പ്രൂവ് അതിനനുസരിച്ച് സ്റ്റാഫ് വേണമെന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അവർ ബിസിനസ് റിവ്യൂ മീറ്റിംഗ് നടത്താൻ കൂട്ടാക്കുന്നില്ല. അത് നടത്തി വേക്കൻസി റിപ്പോർട്ട് ചെയ്യണമെന്നാണ് നമ്മുടെ ആവശ്യം. അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു നേരിട്ടൊരു പരാതി എന്ന രീതിയിൽ മന്ത്രിമാര് മെയിനായിട്ട് നമ്മൾ KSFE മാനേജ്മെന്റിന്റെ അടുത്ത് പലതവണ സമീപിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ അടുത്തുനിന്ന് ഒരു നല്ല രീതിയിലുള്ള ഒരു മറുപടി നമുക്ക് ഉണ്ടായിട്ടില്ല. അവർ ബിസിനസ് റിവ്യൂ നടത്താനുള്ള ഒരു ശ്രമവും ഉണ്ടായിട്ടില്ല. പലതവണ നമ്മൾ അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ അടുത്തുനിന്ന് അങ്ങനെ ഒരു നല്ല പ്രതികരണം നമ്മൾക്ക് ഉണ്ടായിട്ടില്ല. നേരിട്ട് മന്ത്രിക്ക് പരാതി കൊടുക്കുക ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും കാര്യമായിട്ട് ഇതിൽ ഇടപെടുന്നുണ്ട്. പക്ഷേ ഈ മാനേജ്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ ആണ്. മാനേജ്മെന്റ് ഒരു തരത്തിലും ഇതിന് വഴങ്ങുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഇന്ന് തുടങ്ങിയ സമരമാണ്, എങ്ങനെയാണ് ഭാവി പരിപാടിയുടെ? ഇപ്പോ നമ്മുടെ ആവശ്യം ഈ ബിസിനസ് റിവ്യൂ മെയിൻ ആയിട്ട് നടത്തി അത് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മാനേജ്മെന്റ് അതിനൊരു അനുകൂലമായ തീരുമാനം എടുത്താൽ നമുക്കൊരു പ്രശ്നമില്ല. വേക്കൻസികൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവർക്കും അതറിയാം. അത് റിവ്യൂ നടത്തുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ വേക്കൻസി എത്രയാണെന്ന് മനസ്സിലാവുകയും അതിന്റെ കണക്ക് ലഭിക്കുകയും അത് റിപ്പോർട്ടാക്കുകയും ചെയ്യാം. അപ്പൊ റിവ്യൂ നടത്തുക എന്നുള്ള ഉദ്ദേശം അത് മാനേജ്മെന്റ് ചെയ്യുന്ന ആണ് നമ്മളെ പ്രതീക്ഷ. കുറെ നാളായിട്ട് ഇതിന്റെ പുറകെ നടക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ
കുറെ നാളെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ നോർമലി ഒരു ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ലിസ്റ്റിന്റെ തുടക്കം തൊട്ട് തന്നെ എല്ലാ ലിസ്റ്റിലുള്ളവരും നന്നായിട്ട് അതിന്റെ പുറകെ വേക്കൻസി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നടക്കും. അല്ലാണ്ട് അങ്ങനെ വേക്കൻസികൾ അങ്ങനെ വെറുതെ അങ്ങനെ ഉണ്ടാവുന്നില്ല. അപ്പൊ എല്ലാവരും ഈ ലിസ്റ്റിന്റെ പുറകെ നടന്നിട്ട് തന്നെയാണ് വേക്കൻസികൾ കൂടുതൽ വരുന്നത്. അതുപോലെ നമ്മൾ ഈ 2 വർഷമായിട്ട് ഇതിന്റെ വേക്കൻസി വരുത്താൻ വേണ്ടി നടന്നിട്ടുണ്ട്. തുടക്കത്തിൽ ഒരു തവണ ബിസിനസ് റിവ്യൂ മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. അന്ന് ഏകദേശം ഒരു 250 അടുപ്പിച്ച് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം തുടക്കത്തിൽ. അതിനുശേഷമാണ് ഈ 2 വർഷമായിട്ട് ബിസിനസ് റിവ്യൂ മീറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം നടത്തിയിട്ടില്ല. അപ്പൊ നമ്മൾ ഇതൊരു സൂചനയായിട്ട് നടത്തുന്നതാണ്. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് ഒരു ഇത് ഉണ്ടായില്ലെങ്കിൽ നമ്മൾ കൂടുതൽ സമര പരിപാടികളിലേക്ക് ആലോചിക്കും. നിലവില് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ ഒരുവിധപ്പെട്ട മിനിസ്റ്റേഴ്സിനെയും CM ഓഫീസിലും ഒക്കെ പോയി കണ്ടതാണ്. അവിടെ നിന്ന് അവര് നേരിട്ട് നമ്മുടെ മുന്നിൽ വെച്ച് തന്നെയാണ് KSFE ചെയർമാനെയും KSFE MDനെയും വിളിക്കുന്നത്. KSFE ചെയർമാനും KSFE MDയും തരുന്ന മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഓൾറെഡി ഈ ലിസ്റ്റ് കൊടുക്കാനുള്ള വേക്കൻസി കൊടുത്തു, ഇനി കൊടുക്കാനുള്ള റിട്ടയർമെന്റ് വേക്കൻസിയാണ്, അത് റിപ്പോർട്ട് ചെയ്യും. അല്ലാതെ ആ സമയത്തും ഇത്രയും വലിയൊരു ബിസിനസ് വർധനവ് KSFEക്ക് ഉണ്ടായിട്ട് ഇന്നിപ്പം KSFEന്റെ ഗാലക്സി ചിട്ടീന്റെ സമ്മാന വിതരണം നടക്കുകയാണ്. കൊട്ടാരക്കര വെച്ച് ഫിനാൻസ് മിനിസ്റ്ററാണ് നടക്കുന്നത്. ബെൻസ് കാറും 17ഓളം ഇന്നോവ ക്രിസ്റ്റയാണ് കൊടുക്കുന്നത്. ഇന്നലെ 685ാമത്തെ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനമായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് നടത്തിയത്. അപ്പൊ അത്രയും വലിയ രീതിയിൽ KSFE വളർന്നുകൊണ്ടിരിക്കുകയാണ്. കോവിഡിന്റെ ടൈമിലാണ് ഇതിന് തൊട്ട് മുന്നത്തെ ലിസ്റ്റ് ഉണ്ടായത്. അന്ന് 2918 നിയമനാണ് ലിസ്റ്റ് മൊത്തം റിപ്പോർട്ട് ചെയ്തത്. കോവിഡിന്റെ സമയത്ത്, അതായത് KSFEന്റെ ബിസിനസ് ഏറ്റവും മോശമായിട്ടിരുന്ന സമയമാണ് കോവിഡിന്റെ സമയം. ആ സമയത്ത് 2918 വേക്കൻസി റിപ്പോർട്ട് ചെയ്ത ഒരു സ്ഥാപനം കഴിഞ്ഞ 2024 ഏപ്രിൽ 1 മുതൽ ഇന്ന് വരെ ബിസിനസ് റിവ്യൂ നടത്തിയിട്ടില്ല. ആ ബിസിനസ് റിവ്യൂ മീറ്റിംഗ് നടത്തിയാൽ മാത്രമേ ബിസിനസ് അടിസ്ഥാനത്തിലുള്ള വേക്കൻസി റിപ്പോർട്ട് ചെയ്യണമെന്ന് KSFE തന്നെ വിവരാവകാശ പ്രകാരം നമുക്ക് മറുപടി തന്നിട്ടുണ്ട്. ഇതിൽ നമുക്കുള്ള റിക്വസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ ഫിനാൻസ് മിനിസ്റ്റർ, മുഖ്യമന്ത്രി, പാർട്ടി സെക്രട്ടറി ഇടപെട്ടിട്ട് അവസാനത്തെ 2 വർഷത്തെ 2024 ഏപ്രിൽ 1 മുതൽ ഇന്ന് വരെ 2026 മാർച്ച് വരെയുള്ള മുഴുവൻ ബിസിനസ് ഡെവലപ്മെന്റ് വേക്കൻസി ബിസിനസ് റിവ്യൂ മീറ്റിംഗ് നടത്തിയിട്ട് കമ്പനി ബോർഡ് ലിസ്റ്റിലേക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് നമ്മുടെ ആവശ്യം. അപ്പൊ അതില് മാനേജ്മെന്റ് ആണ് ശരിക്കും ഞങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്നത്. മാനേജ്മെന്റ് എല്ലാ വേക്കൻസി തന്നു എന്നാണ് ആവർത്തിച്ച് പറയുന്നത്. അപ്പൊ ബിസിനസ് ഡെവലപ്മെന്റ് വേക്കൻസി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് റിവ്യൂ നടത്താൻ ഗവൺമെന്റും ഈ പറഞ്ഞ ഫിനാൻസ് മിനിസ്റ്ററും പാർട്ടി സെക്രട്ടറിയും ഒക്കെ ഇടപെടണം എന്നാണ് നമ്മുടെ ആവശ്യം. അത് അവരുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു ഇടപെടൽ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ ബിസിനസ് റിവ്യൂ മീറ്റിംഗ് കഴിഞ്ഞ ആ ഒരു വേക്കൻസി ഉണ്ടാകും അല്ലേ? സാധാരണഗതിയിൽ ഒരു ഫിനാൻസ് സ്ഥാപനമാണ് KSFE. അപ്പോൾ ഓരോ ഫിനാൻഷ്യൽ സ്ഥാപനം മാത്രമല്ല, ഇപ്പം ഇന്ത്യയിലെ തന്നെ നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും വലിയ സ്ഥാപനമാണ് നിലവിൽ KSFE. കഴിഞ്ഞ ദിവസം നടന്ന കേരളത്തിന്റെ മത്സരത്തിൽ പോലും കേരളം, പിന്നെ അതുകൂടാണ്ട് ഇപ്പൊ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മത്സരം, ഇംഗ്ലണ്ട് മത്സരത്തിലൊക്കെ KSFEന്റെ പരസ്യം വരെ ഉണ്ടായിരുന്നു. അതായത് KSFE അത്രയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. KSFE വളരുന്നതിന്റെ ഗുണം ശരിക്കും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടേണ്ടതാണ്. അപ്പൊ അതിന് ഓരോ സമയത്തും ബിസിനസ് റിവ്യൂ മീറ്റിംഗ് കറക്റ്റായിട്ട് നടത്തിയാൽ നമുക്ക് കൃത്യമായിട്ട് വേക്കൻസി കിട്ടും. നിലവിലെ ലിസ്റ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൃത്യമായിട്ട് ഇതുവരെ 2 വർഷമായിട്ട് ബിസിനസ് റിവ്യൂ മീറ്റിംഗ് നടത്തിയിട്ടില്ല. ആ ബിസിനസ് റിവ്യൂ മീറ്റിംഗ് നടത്തി നമ്മുടെ ലിസ്റ്റിലേക്ക് വേക്കൻസി റിപ്പോർട്ട് കഴിഞ്ഞാൽ കുറെ കുടുംബങ്ങൾ രക്ഷപ്പെടും. അതാണ് നമ്മുടെ ഒരു ആവശ്യം. ഈ ഒരു ലിസ്റ്റിൽ മൊത്തം ഉള്ളത് 3766 പേരാണ്. ഇതിലാകെ കൊടുത്തിരിക്കുന്ന നിയമനം 2093. ഇനി മുന്നോട്ട് സപ്ലിമെന്ററി ലിസ്റ്റും മെയിൻ ലിസ്റ്റും അടക്കം 8000-ഓളം പേരുണ്ട്. അതായത് ഇനിയും ഒരു 3000-ൽ കൂടുതൽ സപ്ലിയിലുള്ള ആൾക്കാരും കൂടെ വന്നിട്ടുള്ളതാണ് കേട്ടോ. മെയിൻ ലിസ്റ്റിൽ സപ്ലിയിൽ നിന്നും കൂടെ വന്നിട്ടാണ് മൊത്തം ഈ 2000 സംതിങ് നടന്നത്. മെയിൻ ലിസ്റ്റിൽ തന്നെ ഏകദേശം 2000-ഓളം ആൾക്കാർ ഇനിയുണ്ട്. അപ്പൊ ആലോചിച്ചോ, മെയിൻ ലിസ്റ്റിൽ തന്നെ ഇനി ഏകദേശം 2000-ഓളം ആൾക്കാരുണ്ട് നിയമനത്തിലേക്ക്.